ഇവിടെ കൈ കൊടുക്കുമ്പോൾ ഇതോ കണ്ട തെന്നി അപ്പം തന്നെ പവർ റിയർ കട്ട് ചെയ്ത് എന്നെ സേവ് ചെയ്തു. അതാണ് ട്രാക്ഷൻ കൺട്രോൾ കേട്ടോ. ഞാൻ ബ്രേക്കൊന്നും തൊട്ടിട്ടില്ല. ഞാൻ കണ്ടില്ലേ ത്രോട്ടിൽ ഫ്രണ്ടിലോട്ട് ആക്കിയപ്പോൾ തന്നെ സ്പീഡ് കുറഞ്ഞു തന്നെയായിട്ടില്ലേ. വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് നമ്മളിപ്പോൾ ദ ബ്രാൻഡ് ന്യൂ 2025 Ather 450X ആണ് കേട്ടോ. പുതിയ കളർ വേരി കണ്ടില്ലേ, ആ ഡെസേർട്ട് സാൻഡ് കളർ വേരി കേട്ടോ. കുറേയൊക്കെ ചെളി തെറിപ്പിച്ച് ഓഫ് റോഡൊക്കെ പോയി ചെളിയൊക്കെ ചാടിപ്പിച്ച് സീസോ ഒക്കെ ജമ്പ് ചെയ്യിപ്പിച്ച് ഇരിക്കുവാണ്. സോ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പ്രത്യേകത ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഫ്രണ്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഡിസൈനിൽ യാതൊരു ചേഞ്ചസ് ഇല്ല. പഴയ പോലത്തെ ആ LED കുട്ടി ഹെഡ്ലൈറ്റാണ് കൊടുത്തേക്കുന്നത്. വിത്ത് ദ ഡേ ടൈം DRLs ഒക്കെ ഫ്രണ്ടിൽ കൊടുത്തിട്ട് ഇതേ കണ്ടിട്ട് മഡ് ഗാർഡ് കുട്ടി ഫ്രണ്ടിൽ റേസ്ഡ് ആയിട്ടുള്ള മഡ് ഗാർഡ് ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത്. വന്നിരിക്കുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ നോർമൽ ടെലിസ്കോപ്പിക് ഫോക്കസ് തന്നെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ വന്നിരിക്കുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ ടയേഴ്സിലായിട്ട് MRFിൻ്റെ NE-Thread എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് സ്കൂട്ടേഴ്സിന് വേണ്ടി ഡിസൈൻ ചെയ്ത ടയേഴ്സ്. കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ കുറവ്, അതുകൊണ്ട് കൂടുതൽ ലൈഫ് കിട്ടുന്നാൽ അധികം ഒച്ച ഉണ്ടാക്കില്ല. മാത്രമല്ല എൻ്റെ ഓവറോൾ റേഞ്ച് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടയർ കൂടിയാണ്. അപ്പോൾ ചെളിയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടാട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ വേറെ കാര്യം ഇതിൻ്റെ കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഒക്കെ റിഡ്യൂസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ടയർ ലൈഫ് കിട്ടും. പക്ഷേ അത് ഗ്രിപ്പിന് എഫക്റ്റ് ചെയ്യും. അത് നമുക്ക് ഓടിക്കുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ് കേട്ടോ. പഴയ പോലെ 200 mm ഡിസ്ക് റോട്ടറാണ് കൊടുത്തിരിക്കുന്നത്. ആ പെറ്റൽ ടൈപ്പ് ഡിസ്ക് ആണ് കൊടുത്തിരിക്കുന്നത്. ബെറ്റർ ഹീറ്റ് ഡിസിപ്പേഷൻ വേണ്ടി കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ട് കാലിപ്പർ നോക്ക്, ഇത് കമ്പൈൻ ബ്രേക്കിംഗ് സിസ്റ്റം. നിങ്ങൾ റിയർ ബ്രേക്ക് പിടിച്ചാൽ ഫ്രണ്ട് ബ്രേക്കും പിടിക്കും. ABS ഇതുവരെയും വന്നിട്ടില്ല കേട്ടോ. അതാണ് ആകെയുള്ള ഡൗൺസ്. പഴയ പോലെ ഇതിന് ഈ വണ്ടിക്ക് ABS കൊടുത്തില്ല, പക്ഷേ കമ്പൈൻ ബ്രേക്കിംഗ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വാൽ സ്റ്റെമ്പ് തന്നെ നോക്ക്, എയർ അടിക്കാൻ വേണ്ടി 90 ഡിഗ്രി വാൽ സ്റ്റെമ്പ് കൊടുത്തത്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് എയർ ഫില്ല് ചെയ്യാം കേട്ടോ. മാത്രം ഇതിൻ്റെ സസ്പെൻഷൻ്റെ ഫീൽ നോക്കിയാൽ വേണ്ട. സോഫ്റ്റ് സസ്പെൻഷൻ എവറി ഡേ യൂസിന് നല്ലതാണ്. നല്ല കംഫർട്ടബിളായിട്ട് സോഫ്റ്റ് സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ. പിന്നെ സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫ് ഉണ്ട്. സൈഡ് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈ കൊടുത്താൽ വർക്ക് ചെയ്യില്ല. സൈഡ് സ്റ്റാൻഡ് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. കണ്ട ആമായി പിന്നെ പറക്കും വണ്ടി. ഓ കൊള്ളാലേ, എങ്ങനെയുണ്ട് സാധനം. അതേപോലെ റിയർ സെക്ഷനിൽ ഒരു 190 mm ഡിസ്ക് വേവ് ടൈപ്പ് പെറ്റൽ ടൈപ്പ് ഡിസ്ക്കാണ് കൊടുത്തത്. ബെറ്റർ ഹീറ്റ് ഡിസിപ്പേഷന് വേണ്ടി കൊടുത്തത്. ഒരു സിംഗിൾ പിസ്റ്റൺ കാലിപ്പറാണ് ബാക്കി കൊടുത്തത്. ABS ഇല്ലട്ടോ വണ്ടിയിൽ. റിയറിൽ ഒരു 100 സെക്ഷൻ MRF NE-Thread ടയേഴ്സാണ് കൊടുത്തത്. 12 inch അലോയ്സ് ഒക്കെ ഉണ്ട് കൊടുത്തത്. പഴയ പോലെ വലിയ വ്യത്യാസങ്ങളൊന്നും കൊടുത്തില്ല. റിയലത്തെ മോണോസ്റ്റോക്കാണ് കൊടുത്തിരിക്കുന്നത്. പഴയ ജനറേഷൻ തമ്മിൽ വേറൊരു വ്യത്യാസവും വന്നിട്ടില്ല. 3.7 kWh ബാറ്ററി കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മോട്ടർ പഴയ പോലെ തന്നെ ഒരു പെർമനന്റ് മാനേജ് സിംഗ്രണസ് മോട്ടറാണ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം 6.4 kWh ആയിട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 8.5 ഹോഴ്സ് പവർ 26 Nm ഓഫ് പീക്ക് ടോർക്കാണ് ഈ മോട്ടർ പ്രൊഡ്യൂസ് ചെയ്യാൻ. ബെൽറ്റ് ഡ്രൈവ് ആണ് കൊടുത്തിരിക്കുന്നത്. നന്നായി കവർ ചെയ്ത് വെച്ചിരിക്കുന്ന ബെൽറ്റ് ഡ്രൈവ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. കണ്ട ചെളിയൊന്നും കയറി ഒച്ചയൊന്നും ഉണ്ടാക്കാണ്ടെങ്കിൽ പ്രോപ്പർലി കവേർഡ് ആയിട്ടുള്ള ബെൽറ്റ് ഡ്രൈവ് സിസ്റ്റമാണ് കേട്ടോ ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പെർഫോമൻസ് ഫിഗേഴ്സ് പറഞ്ഞാൽ 0 to 40 ഏകദേശം 3.3 സെക്കൻഡ്സിൽ അച്ചീവ് ചെയ്യാൻ. ടോപ്പ് സ്പീഡ് 90 km/h. പഴയ പോലെ സിമിലർ തന്നെ. ആകെ ഇമ്പ്രൂവ്മെൻറ്റ് വിത്ത് ദ ടയേഴ്സ്. ആ റീജൻ ബ്രേക്കിംഗ് ഒക്കെ വെച്ചിട്ട് ആ മാജിക് ട്വിസ്റ്റ് ഉണ്ട്. അപ്പോൾ കുറേ പേര് ചോദിക്കുന്ന കാര്യമാണ് എന്താണ് ഈ മാജിക് ട്വിസ്റ്റ് എന്ന് കേട്ടോ. അപ്പോൾ ഈ മാജിക് ട്വിസ്റ്റ് വേറെ സെറ്റപ്പ് ഒന്നുമല്ല. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റീജൻ ബ്രേക്കിൻ്റെ ഒരു ഡിഫറെൻറ്റ് ഫോം, അത് കുറച്ചും കൂടി അത് ഇവോൾവ് ചെയ്യിപ്പിച്ചെടുത്ത ഒരു റീജൻ ബ്രേക്കിങ്ങിൻ്റെ മാജിക് ട്വിസ്റ്റ് എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ ത്രോട്ടിൽ റിലീസ് ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ റീജൻ്റെ ബ്രേക്കിംഗ് കാണാൻ വണ്ടി സ്പീഡ് കുറയുന്നില്ലേ. അത് അവർ ഇമ്പ്രൂവ് ചെയ്താണ് നമ്മൾ ഈ ത്രോട്ടിൽ കാണാം. ഫ്രണ്ടിലോട്ടും കുറച്ച് തിരിക്കാൻ പറ്റും. നീ കണ്ടില്ലേ, ഇതാണ് 0% ഇരിക്കുന്നത്. ഇത് ഫ്രണ്ടിലോട്ട് കുറച്ച് ഡിഗ്രി നമുക്ക് തിരിക്കാൻ പറ്റും. അതാണ് മാജിക് ട്വിസ്റ്റ്. നമ്മൾ ഫ്രണ്ടിലോട്ട് തിരിക്കുവാണെങ്കിൽ കൂടുതലായിട്ട് ആ റീജൻ ബ്രേക്കിംഗ് വന്നിട്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. വിത്തൗട്ട് ബ്രേക്ക് പിടിക്കാണ്ട് നമുക്ക് ഈ ത്രോട്ടിൽ ഫ്രണ്ടിലോട്ട് തിരിച്ചിട്ട് വണ്ടി നിർത്താൻ പറ്റും. അതിനാണ് മാജിക് ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടയേഴ്സ് വിത്ത് ബെറ്റർ ഇമ്പ്രൂവ്മെൻറ്റ് റീജൻ കൊടുത്തുകൊണ്ട് ഇത് ഏകദേശം മോർ എഫിഷ്യൻ്റായി. മോർ എഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇപ്പോൾ IDC വരുന്ന 160 km ആണ് കേട്ടോ റേഞ്ച് വരുന്നത്. IDC ഇന്ത്യൻ ഡ്രൈവിംഗ് കണ്ടീഷനിൽ ഏകദേശം 161 km. ഒരു ട്രൂ റേഞ്ച് 130 കിട്ടും. 130 km ട്രൂ റേഞ്ച് കിട്ടുന്ന ഒരു സ്കൂട്ടറായി പുതിയ Ather 450X കേട്ടോ. കൊള്ളാമല്ലേ. പിന്നത്തെ കാര്യങ്ങളൊക്കെ സിമിലർ തന്നെ. ഇത് അലൂമിനിയം ഷാസിയ, അലൂമിനിയം ഫ്രെയിമൊക്കെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അതിവിടെ കുറച്ച് കാണാൻ പറ്റും. ആ ഓറഞ്ച് കളറിൽ അതിൻ്റെ അലൂമിനിയം ഫ്രെയിമാണ് കേട്ടോ. ആ എൻറ്റയർ അലൂമിനിയം ഫ്രെയിമൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സീറ്റ് ബൂട്ടൊക്കെ കാണിച്ചാൽ പഴയ പോലെ തന്നെ 22 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസാണ് കൊടുത്തേക്കുണ്ട്. ഇവിടെ ഒരു ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. കൊള്ളാം, സംഭവങ്ങളൊക്കെ കൊള്ളാം. സീറ്റാണെങ്കിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള സോഫ്റ്റ് സീറ്റാണ്. എവറി ഡേ സിറ്റി യൂസിന് അടിപൊളിയ പില്ലിയൻ സീറ്റും കംഫർട്ടബിൾ ആണ്. ഒരു നല്ല ഗ്രാം റെയിലും കൊടുത്തിട്ടുണ്ട്. എല്ലാം പഴയ ജനറേഷൻ പോലെ സിമിലറാണ് കൊടുത്തത്. ഇതിൻ്റെ എർഗണോമിക്സ് കൊണ്ട് ഞാൻ കാണിച്ചത്. ഓവറോൾ Ather 450X എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം എൻ്റെ സ്വിച്ച് ക്യൂബ് ആണെങ്കിൽ അതിൻ്റെ 7 inch TFT ഡിസ്പ്ലേ ആണെങ്കിൽ എല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റി ആയിട്ട്. ബ്രേക്ക് ലെവേഴ്സൊക്കെ ആണെങ്കിൽ എല്ലാം പ്രീമിയംനെസ് ആണ്. സംഭവം കൊള്ളായിട്ട്. ഗ്രിപ്സ് ആണെങ്കിൽ ഇതിൻ്റെ കിൽ സ്വിച്ച് ആണെങ്കിൽ ആ മോട്ടർ കിൽ സ്വിച്ച് അല്ല, ഇതിൻ്റെ മോട്ടർ ആമിങ് സ്വിച്ച് കേട്ടോ. ഇപ്പോൾ മോട്ടർ ആംഡാണ്. എന്നിട്ട് ഈ ബട്ടൺ നീക്കി പിടിച്ചാൽ ആംഡ് കൈ കൊടുത്താൽ പറക്കും കേട്ടോ. പഴയ പോലെ എക്കോ മോഡ് ഉണ്ട്, റൈഡ് മോഡ് ഉണ്ട്, പിന്നെ സ്പോർട്ട് മോഡ്, വാപ്പ് മോഡ് ഉണ്ട്. ഓരോ മോഡ് വന്നപ്പോഴേക്ക് ഇതിൻ്റെ റേഞ്ച് മാറിയിട്ടുണ്ട്. ഇപ്പോൾ 73% ഉണ്ട്. നമുക്ക് ഈക്കോ മോഡിൽ എത്ര കിട്ടും? 91 km കിട്ടും കേട്ടോ.
കൊള്ളാം. ഏകദേശം ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ആക്യുറേറ്റ് കൂടിയാണ് ഈ എയ്ത്തറിൻ്റെ ഈ കാലിബ്രേഷൻ കേട്ടോ. സെറ്റപ്പൊക്കെ കൊള്ളാം. മാത്രമല്ല ഇത് വന്നിരിക്കുന്ന ചേഞ്ച് അത് കാണിച്ചതില്ലല്ലോ. ട്രാക്ഷൻ കൺട്രോളും കൂടി കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ബട്ടൺ ജോയിസ്റ്റിക്ക് ഒന്ന് അപ്പിലോട്ട് നോക്കി കഴിഞ്ഞാൽ റൈറ്റ് സെറ്റിങ്ങിന് ട്രാക്ഷൻ കൺട്രോൾ കാണാൻ പറ്റും. അത് നമ്മൾ ബട്ടൺ നോക്കിയാൽ 3 മോഡ് ട്രാക്ഷൻ കൺട്രോളാണ് കൊടുത്തിരിക്കുന്നത്. റാലി ഉണ്ട്, റോഡ് ഉണ്ട്, റെയിൻ ഉണ്ട്. കൊള്ളാം അല്ലേ? അപ്പോൾ അത് ട്രാക്ഷൻ്റെ സെൻസിറ്റിവിറ്റിയാണ്. നമ്മൾ റെയിൻ മോഡിലോട്ട് ഭയങ്കരമായിട്ട് പവർ റീലോട്ട് കട്ട് ചെയ്യും. നമ്മൾ ഈ ഗ്രാവൽ സാൻഡിലൊക്കെ പോയി കൈ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പവർ കട്ട് ചെയ്യും കേട്ടോ. റാലി മോഡ് വേണമെങ്കിൽ ഭയങ്കര ലെസ്സായിട്ട് ഇൻ്റർവീൻ ചെയ്യുള്ളൂ. സേഫ്റ്റി ഫംഗ്ഷനാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത് ഓടിക്കാൻ നമുക്ക് ബെറ്റർ ഐഡിയ കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, എക്കോ മോഡിൽ 91 കിലോമീറ്റേഴ്സോടും റൈഡ് മോഡിൽ 78. എല്ലാ ഡീറ്റെയിൽസ് ഇപ്പോൾ ഇതിലോട്ട് കാണാൻ പറ്റും. ഏത് ആപ്പ് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ബട്ടൺ നിൽക്കുകയാണെങ്കിൽ ഒച്ചപ്പാട് ബഹളം ഉണ്ടാക്കും. ഇത് എവിടെയാണ് സാധനം ആക്ച്വലി, ഇത് എവിടെയാണ് നമ്മൾ പാർക്ക് ചെയ്താൽ അതൊക്കെ ഒച്ചയൊക്കെ ഉണ്ടാക്കി റിമൈൻഡ് ചെയ്യും കേട്ടോ. കാരണം അൺഎബിൾ ടു എന്തൊരു സോഫ്റ്റ്വെയർ ഇഷ്യൂ കേട്ടോ. അതുകൊണ്ട് കേട്ടോ, അല്ലെങ്കിൽ സാധാരണയൊക്കെ വർക്ക് ചെയ്യുന്ന. പിന്നെ നമുക്ക് ലൊക്കേഷനൊക്കെ ഇതിൽ കൊടുക്കണം. എങ്ങോട്ടാണ് പോകേണ്ട, ആ ലൊക്കേഷൻ്റെ സ്ഥലം എങ്ങോട്ടാണ്, നമുക്ക് സോംപുര പോകണം, അവിടെ പോയി ചാർജ് ചെയ്യണം, സെൻഡ് ടു സ്കൂട്ടർ കൊടുക്കുകയെന്നാൽ ഇതിൽ ഓൾറെഡി സിം നെറ്റ്വർക്ക് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ചെയ്ത് വരും. ഇത് എങ്ങോട്ടാണ് പോകേണ്ടത്, ഇവിടെ 130 മീറ്റർ കഴിഞ്ഞിട്ട് ലെഫ്റ്റ് എടുക്കണം. ആ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കണ്ട. 6 കിലോമീറ്റേഴ്സ് ഉണ്ട്, അത് പോകാൻ 16 മിനിറ്റ് മതി. പോയി അവിടെ പോയി ചാർജ് ചെയ്യാൻ. എല്ലാ സെറ്റപ്പ് ഡീറ്റെയിൽസൊക്കെ ഇതിൽ തന്നെ കാണിക്കട്ടോ. എല്ലാം കൂടെ കണക്റ്റഡ് ഫീച്ചേഴ്സ് ഭയങ്കര സീംലെസ്സാണ്. എല്ലാ സാധനവും വർക്ക് ചെയ്യുന്നുണ്ട്, പ്രോപ്പർലി വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ തന്നെ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇതിൻ്റെ കണക്ടിവിറ്റി ഫീച്ചേഴ്സൊക്കെ എല്ലാം പഴയ മോഡലോട്ട് സോഫ്റ്റ്വെയർ വഴി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ ട്രാക്ഷൻ കൺട്രോൾ ഹാർഡ്വെയർ ഫീച്ചറാണ് കേട്ടോ. അതുകൊണ്ട് അത് പഴയ മോഡൽസൊന്നും അല്ല, പുതിയ ജനറേഷൻ മോഡൽസ് മാത്രമേ ഈ ട്രാക്ഷൻ കൺട്രോൾ വരുള്ളൂ കേട്ടോ. സോ ഇതിൻ്റെ എർഗണോമിക്സ് കാണിച്ചാൽ ഞാൻ 5'8", എനിക്കിത് ഈസിലി ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ സീറ്റായിട്ട് വരുന്ന 780 mm കേട്ടോ. ഇത് മിക്കവർക്കും ഈസിലി ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അത്രയ്ക്ക് ഈസിലി ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ വെയിറ്റ് 108 കിലോസേ ഉള്ളൂ. ലൈറ്റ് വെയിറ്റ് മോട്ടോർസൊക്കെ എവറി ഡേ യൂസ് സിറ്റിയിലൊക്കെ ഓടിച്ച് അക്രമം കാണിക്കാൻ പറ്റിയൊരു സ്കൂട്ടറാണ് കേട്ടോ. പിന്നെ കണ്ടില്ലേ, ഫ്ലാറ്റ് ഫ്ലോർ ബോർഡാണ് കൊടുത്തേക്കുക. നിങ്ങൾക്ക് കുറേ സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് പോകാനും പറ്റും. പക്ഷേ ഞാൻ കണ്ടു, ഞാൻ 5'8" ഇപ്പോൾ തന്നെ ക്ലോസ് ആയി. നിങ്ങൾ 6 feet ഒക്കെ ആണെങ്കിൽ ഇത് കുറച്ച് ബുദ്ധിമുട്ടായി, കാലൊക്കെ തട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് വേണം വണ്ടി എടുക്കാൻ പോകാൻ കേട്ടോ. പിന്നെ ഇവിടെ ഹുക്കൊക്കെ കൊടുത്തിട്ട് സാധനങ്ങളൊക്കെ തൂക്കിയിടാൻ, ലോക്ക് ചെയ്ത് വെക്കാനൊക്കെ ഹുക്കും സാധനങ്ങൾ മത്താപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പഴയ പോലെ തന്നെ റിവേഴ്സ് മോഡ് ഉണ്ട്. ഈ ബട്ടൺ നിൽക്കുക റിവേഴ്സ് മോഡ്, ഒച്ചപ്പാട് ബഹളം കൈ കൊടുത്താൽ വണ്ടി പറന്ന് 3 km/h വരെ റിവേഴ്സിൽ പോകുന്നതാണ് കേട്ടോ. സെറ്റപ്പൊക്കെ കൊള്ളാം അല്ലേ? പിന്നത്തെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ കളറായിട്ട് 2 പുതിയ കളർ വേരിയൻസിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് കളർ കേട്ടോ. ആ ഡെസേർട്ട് സാൻഡ് കളറാണ്. പിന്നെ ഒരു ബ്ലൂ കളറും കൂടി ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് നോക്കുകയാണെങ്കിൽ ഭയങ്കര കസ്റ്റം പെയിൻറ്റ് ചെയ്തെടുത്ത പോലെ ഇല്ലേ, ആ റോയൽ എൻഫീൽഡിൻ്റെ കാസ ബ്രൗൺ, ആ പഴയ ഡെസേർട്ട് സ്ട്രോമിൻ്റെയൊക്കെ ഒരു ഏകദേശം സിമിലായിട്ട് ലുക്സ് ഉള്ള, പക്ഷേ ഭയങ്കര റഗ്ഗഡായിട്ട് ചെളി കൂടി ഓടിക്കുക, അക്രമം കാണിക്കാൻ പറ്റിയൊരു കളറല്ലേ. ഇപ്പോൾ തന്നെ ചെളി പിടിച്ചിരിക്കുക, പക്ഷേ സ്റ്റിൽ ലുക്കിംഗ് ഗുഡ് കേട്ടോ. ഇത് പ്രോപ്പർ ക്ലീൻ ചെയ്തെടുക്കുമ്പോഴേക്കും നല്ല അടിപൊളി കളറായി നിർത്തി. നമ്മൾ ആദ്യം തന്നെ കൊണ്ട് റോൾ എടുക്കുമ്പോൾ, ഫുട്ടേജ് എടുക്കുമ്പോൾ തന്നെ അക്രമം കാണിച്ചു. കൊള്ളാം അല്ലേ? പിന്നെ മിക്കവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് കേട്ടോ. ഏകദേശം 153 mm ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തത്. ഡീസൻറ്റ് ഗ്രൗണ്ട് ക്ലിയറൻസ് എവറി സ്കൂട്ടർ നമുക്ക് സിറ്റിയിലൊക്കെ ഓടിക്കാനാണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല, യാതൊരു പേടിയും വേണ്ട. അടി ഹമ്പൊന്നും തട്ട പേടിയോ വേണ്ട കേട്ടോ. സെറ്റപ്പ് കൊള്ളാമല്ലേ? ഇപ്പോൾ ഞാൻ കുറേ ചെളിയൊക്കെ പിടിച്ചിട്ട് അതല്ലാണ്ട് വേറെ നോക്കിയാൽ വേറൊരു സീനുമില്ല. വണ്ടി ഗുഡാണ്. എവറി ഡേ യൂസിന് അടിപൊളി കൂടിയാണ് കേട്ടോ. നമുക്ക് എന്തായാലും ഒരു റൈഡ് പോയിട്ട് നോക്കാം. ഇതിൻ്റെ ഫീച്ചേഴ്സ്, ഇതിൻ്റെ ഷോർട്ടർ വീൽ ബേസ് ആണ്, ഹാൻഡ്ലിങ് എങ്ങനെയുണ്ട്, ഈ പുതിയ ടയർസ് ഗ്രിപ്പ് ഉണ്ടോ, എല്ലാ സാധനം നോക്കാം. ലെറ്റ്സ് ഗോ ഫോർ എ റൈഡ്. സോ ഇതിൻ്റെ എർഗണോമിക്സ് ഹാൻഡ്ലിംഗ് ഒന്ന് ഞാൻ കാണിച്ചുതരാം. കണ്ട, ഇതൊക്കെ ടൈറ്റ് ടേൺ എടുക്കാൻ വേണ്ടിയാണ്. അയ്യോ, ബ്രേക്കൊക്കെ കാട് വഴിയാണ് ബ്രേക്കൊക്കെ വന്നെ. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് ബ്രേക്ക് പിടിച്ചാൽ ഫ്രണ്ട് ബ്രേക്ക് അപ്ലൈ ആവും കേട്ടോ. അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട് ഇതിന്. പിന്നെ ABS ഇല്ല. ABS കൊടുത്തേക്ക് അതാ ഞാൻ അറിയാണ്ട് ബാക്ക് ബ്രേക്ക് ഒന്ന് ടാപ്പ് ചെയ്ത് നോക്കിയാൽ അപ്പോൾ തന്നെ ഫ്രണ്ട് അപ്ലൈ ആവുക. ഫ്രണ്ട് ഒറ്റയടിക്ക് താഴ്ന്നു കേട്ടോ. കണ്ട, ഇടയിൽ കൂടിയൊക്കെ കൊണ്ടുപോകും. ഭയങ്കര ഹാൻഡി. ആ ഷോർട്ട് വീൽ ബേസ്, നല്ല ടയേഴ്സ്, സസ്പെൻഷനും കൊള്ളാം. ഇതിന് കുറച്ച് ഇംപെർഫെക്ഷൻസ് ഒക്കെ ഉണ്ട് ഇവിടെ അറിവാണെങ്കിൽ, അതൊക്കെ ബ്യൂട്ടിഫുള്ളി ആയിട്ട് അബ്സോർബ് ചെയ്തെടുക്കുന്നത്. കൺട്രോളും ഒക്കെ, ഹാൻഡ്ലിങ് നോക്കും വണ്ടിയുടെ. പിന്നെ മാജിക് ട്വിസ്റ്റ് ഉണ്ട്. ത്രോട്ടിൽ ഫ്രണ്ടിലോട്ടാക്കി കഴിഞ്ഞാൽ വണ്ടി സ്പീഡ് കുറയും. പക്ഷേ ഇങ്ങനെ മരണ സ്പീഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കും പിടിക്കണം കേട്ടോ, അല്ലെങ്കിൽ വണ്ടി നിൽക്കില്ല. ഒരു എക്സാമ്പിൾ കാണിച്ചാൽ, ഞാൻ ബ്രേക്കൊന്നും തൊട്ടിട്ടില്ല. ഞാൻ അതേ കണ്ടില്ലേ, ത്രോട്ടിൽ ഫ്രണ്ടിലോട്ടാക്കിയപ്പോൾ തന്നെ സ്പീഡ് കുറഞ്ഞിട്ടില്ലേ. റീജൻ ബ്രേക്കിംഗ് കേട്ടോ. നല്ല എഫക്റ്റീവായിട്ടാണ് വണ്ടി നിർത്തുക. ബ്രേക്ക് പിടിക്കേണ്ടത് നിങ്ങൾക്ക്. അപ്പോൾ ഇത് എവിടെ കറക്കണുണ്ട്, അക്രമം കറക്കുന്നു. നമുക്ക് റീജനായിട്ട് ഡയറക്ഷൻ ചേഞ്ച്, ഭയങ്കര ഫാസ്റ്റായിട്ട് ഡയറക്ഷൻ ചേഞ്ച് കേട്ടോ. നല്ല ഹാൻഡ്ലിങ്ങുള്ള സ്കൂട്ടറാണ്. എനിക്കതാണ് ഇഷ്ടപ്പെട്ടത്. ഇതിലുള്ള എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എൻ്റെ ഹാൻഡ്ലിംഗ് ആണ്. നല്ല ടയേഴ്സ്, നല്ല ഹാൻഡ്ലിംഗ് ആണ്. പിന്നെ മാജിക് ട്വിസ്റ്റ് വന്നുകൊണ്ട് നിങ്ങളുടെ ബ്രേക്ക് പാഡ്സിൻ്റെ ലൈഫ് കൂടുന്ന മാത്രമല്ല, നിങ്ങളുടെ എഫിഷ്യൻസിയും കൂടുന്ന കേട്ടോ, റേഞ്ചും കൂടുന്നതാണ്. പറഞ്ഞാൽ ഏകദേശം 130 km റേഞ്ച് വരെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇമ്പ്രൂവ് ചെയ്ത് വിത്ത് ജസ്റ്റ് റീജൻ ആൻഡ് ടയേഴ്സ് കേട്ടോ. 25% ഇമ്പ്രൂവ്മെൻറ്റാണ്. പിന്നെ വന്നേക്കാൻ സാധനം ട്രാക്ഷൻ കൺട്രോളാണ്. അത് ട്രാക്ഷൻ കൺട്രോൾ 3 മോഡ് കൊടുത്തിട്ടുണ്ട്. റാലി ഉണ്ട്, റോഡ് ഉണ്ട്, പിന്നെ റെയിനും ഉണ്ട്. അത് ആക്ട് ചെയ്യാൻ ഏകദേശം 1000 times per second ആയിട്ട് ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്.
നമ്മുടെ ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻസ് പോലെയല്ല, അതിനെക്കാട്ടി മച്ച് മോർ എഫിഷ്യൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ മണ്ണിലോ ചെല്ലോ പോയിട്ട് കൈ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി കയ്യിൽ നിന്ന് പോകണ പേടി വേണ്ട. 6 ഫുട്ട് റൈഡറൊക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ, കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരാം. എന്നാൽ അത്ര സ്പേസ് ഇല്ല വണ്ടിക്ക്. നമുക്ക് 5 ഫുട്ട് 8 ഒക്കെ താഴെ കംഫർട്ടബിളാണ്, സീറ്റും കംഫർട്ടബിളാണ്. നിങ്ങൾക്ക് ഓൾ ഡേ സിറ്റിയിലൊക്കെ ഓടി യാതൊരു സീനും ഇല്ല കേട്ടോ. എല്ലാം കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു വണ്ടി. പവർ നോക്ക് വണ്ടി പോവാം, അപ്പോൾ പറക്കുക. ഡയറക്ഷൻ ചേഞ്ച്, ഷാർപ്പ് ഡയറക്ഷൻ ചേഞ്ചാണ്. ഞാനിപ്പോൾ ട്രാക്ഷൻ മോഡ് റാലിയിലാണ്ട് കൊടുത്തേക്കണം. റോഡിൽ ക്ലോസ് ചെയ്ത് ബ്രേക്ക് പിടിച്ച് ഡയറക്റ്റ് ചെയ്ത് കണ്ട ഇവിടെ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ ഞാൻ എന്തോ പറ്റും നോക്കാം. കണ്ട മാജിക് ട്വിസ്റ്റ് ചെയ്താണ് ത്രോട്ടിൽ കൊടുത്താൽ അവിടെ പവർ കട്ട് ചെയ്യുക. എന്നാൽ ഫ്രണ്ട് വീലിൻ്റെ സ്പീഡും റിയർ വീലിൻ്റെ സ്പീഡും ചെക്ക് ചെയ്യുക. റിയർ വീലിൻ്റെ സ്പീഡ് ഫ്രണ്ട് വീലിനെ കാട്ടി കൂടുവാണെങ്കിൽ പവർ കട്ട് ചെയ്യുക. അങ്ങനെ ട്രാക്ഷൻ വർക്ക് ചെയ്യണം, ട്രാക്ഷൻ കൺട്രോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് 1000 ടൈംസ് സെക്കൻഡ് വർക്ക് ചെയ്യും, അത്ര എഫക്റ്റീവായി. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ABS ഇല്ല, അത് നല്ലൊരു സേഫ്റ്റി ഫീച്ചറാണ്. പക്ഷേ അതില്ലാത്തതുകൊണ്ട് അതിന് വരെ ട്രാക്ഷൻ കൺട്രോൾ കൊടുത്തത് 3 മോഡുള്ള ട്രാക്ഷൻ കൺട്രോളാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട് ഇങ്ങനെ ഓടിച്ചടക്കാട്ടെ. ഓടിച്ചടക്കാനാണെങ്കിൽ തിക്കും തിരക്കിൻ്റെ ഇടയിലൊക്കെ കൊണ്ടുപോകാൻ, സിറ്റിയിലൊക്കെയാണ് കണ്ടില്ല എല്ലാത്തിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ഈസി ആയിട്ട് പോട്ടോ. ടയർ കൊള്ളാം, ടയേഴ്സ് കൊള്ളാട്ടോ. ഞാൻ വിചാരിച്ചു ടയേഴ്സ് ഇങ്ങനത്തെ EV ടയേഴ്സ്, ഈ ത്രെഡ് എന്ന് പറഞ്ഞാൽ MRF ടയേഴ്സ് ആണോ കൂടുതൽ ലൈഫ് കിട്ടുന്ന, കൂടുതൽ റേഞ്ചും കിട്ടുന്ന. അപ്പോൾ ഞാൻ വിചാരിച്ചു ഗ്രിപ്പ് ഉണ്ടായിരുന്നു, പക്ഷേ ഇത് നല്ല ഗ്രിപ്പായിട്ടോ. ഓ അടിപൊളി, കൊള്ളാം. ആ TFT ഡിസ്പ്ലേ വിസിബിലിറ്റി ഒക്കെ കൊള്ളാം, സംഭവം കൊള്ളാം. ഇത്ര അക്രമം കാണിച്ചിട്ട് വലിയ രീതിയിൽ ചാർജ് കുറവൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഇത്ര എഫിഷ്യൻ്റ് ആയാലും 24% മോർ എഫിഷ്യൻ്റ് ആയതുകൊണ്ട് കൂടുതൽ നേരം നമുക്ക് വാർക്ക് മോഡിട്ട് ഓടിക്കാം. ഇത് കൊള്ളാട്ടോ. ആ മാജിക് ട്വിസ്റ്റിൽ കണ്ട ഞാൻ സ്പീഡ് കുറച്ച് വീണ്ടും എൻ്റർ ചെയ്യുക. കോർണർ വരുന്നു, ഞാൻ ഫ്രണ്ടിലോട്ട് ത്രോട്ടിൽ റോൾ ചെയ്ത് സ്പീഡ് തന്നെ കുറയുന്നു, എടുത്തുകൊണ്ട് പോകുന്നു, വീണ്ടും കണ്ട ബ്രേക്ക് പിടിക്കാണ്ട് എനിക്ക് കൺട്രോൾ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ കൈ കൊടുക്കുമ്പോൾ കണ്ട തെന്നി അപ്പം തന്നെ പവർ റിയർ കട്ട് ചെയ്ത് എന്നെ സേവ് ചെയ്തു. അതാണ് ട്രാക്ഷൻ കൺട്രോൾ കേട്ടോ. എന്തൊക്കെ ടെസ്റ്റാണ് ഞാൻ ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടി. സംഭവം കാണാം, നല്ല ഹാൻഡ്ലിംഗ് ആണ് വണ്ടി. അതാണ് എനിക്ക് ഏത്തറിൻ്റെ ഇഷ്ടം. ഈ ഏത്തർ 450Xന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഹാൻഡ്ലിംഗ് ആണ്. നല്ല ഡൈനാമിക്സ് ആണ് വണ്ടിക്ക്. ബ്രേക്സ് ആണെങ്കിൽ ഒരു ബൈക്ക് ഓഫ് സ്കൂട്ടേഴ്സ് എന്ന് അവർ എഴുതി എല്ലായിടത്തും വെച്ചതേ കണ്ടില്ലേ, ബൈക്ക് ഓഫ് സ്കൂട്ടേഴ്സാണ്. ശരിയാണ്, ഒരു ബൈക്ക് ഓടിക്കുന്ന ഒരു ഫീലാണ് കിട്ടുന്നത്. എന്നാൽ അതിൻ്റെ അത്ര ഫീലിംഗ് കിട്ടില്ല, എന്നാൽ ഏകദേശമൊക്കെ ആ ഗുഡ് ഫീലിംഗ് ഉണ്ട് കേട്ടോ. ആ ഹാൻഡിൽ, ആ ഷാസി, അലൂമിനിയം ഷാസിയുടെ അഡ്വാൻറ്റേജ് ആണ്. എനിക്ക് തോന്നുന്നത് ഈ സ്കൂട്ടർ പെർഫെക്റ്റ് ആക്കാൻ ഒറ്റ കാര്യം കൂടി അവർ ചെയ്താൽ മതി, അത് ABS ആണ്. റിയർ ABS അല്ലെങ്കിൽ ഫ്രണ്ടിലൊരു ഡ്യുവൽ ചാനൽ ABS കൊടുക്കുക, വണ്ടി പെർഫെക്റ്റായി. എന്നിട്ട് അവർക്ക് അടുത്ത മോഡൽ ഇറക്കാം. അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇതിപ്പോൾ കണ്ട ഇതിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ പോയിട്ട് കണ്ട റിയർ ലോക്ക് ചെയ്ത് പിടിച്ചിട്ടൊക്കെ വന്നെ. സോ നമ്മൾ ഈ Ather 450X പുതിയ മോഡൽ Ather 450X ഏകദേശം കുറച്ചധികം കിലോമീറ്റർ ഓൺ ദ റേസ് ട്രാക്ക് ഓടിച്ച് റോഡിലധികം കൊണ്ടുപോയില്ല. പക്ഷേ ഏകദേശം സിമിലർ ടു ദ പ്രീവിയസ് 450X. അധികം മാത്രം ചേഞ്ചസ് ഒന്നുമില്ല. വന്നിരിക്കുന്ന മേജർ ചേഞ്ചസ് ടയേഴ്സ് ആണ് കേട്ടോ. ടയേഴ്സ് ഞാൻ പറഞ്ഞില്ല, ഇത് ലോയർ കോഎഫിഷ്യൻ ഓഫ് ഫ്രിക്ഷൻ കുറഞ്ഞ ടയേഴ്സ്, കൂടുതൽ ലൈഫ് കിട്ടുന്ന ടയേഴ്സ്. പഴയ MRFനെക്കാട്ടി കൂടുതൽ ലൈഫ് കിട്ടുന്ന, മാത്രമല്ല നോയ്സും കുറവാണ്. അത് മാത്രമല്ല വേറെ കൂടുതലായിട്ട് എഫിഷ്യൻറ്റും കൂടിയായിട്ടുള്ള ഒരു ടയേഴ്സാണ് കൊടുത്തത്. അതുകൊണ്ടാണ് ടോട്ടൽ വിത്ത് ദാറ്റ് റീജൻ ആ മാജിക് ട്വിസ്റ്റ് വന്നിട്ട് ആ റീജൻ്റെ ബ്രേക്കിംഗ് എല്ലാം കൂടി 24% മോർ എഫിഷ്യൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ഏകദേശം ഇതിന് 160 കിലോമീറ്റേഴ്സ് IDC ഐഡിയൽ ഡ്രൈവിംഗ് കണ്ടീഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഡ്രൈവിംഗ് കണ്ടീഷൻസിൽ അത്രയും മാത്രം റേഞ്ചാണ് പറയുന്നത്. എന്നാലും ഏകദേശം നിങ്ങൾക്ക് ഒരു 130 ഒക്കെ ട്രൂ റേഞ്ച് കിട്ടും കേട്ടോ. അപ്പോൾ അത്രയും റേഞ്ച് കൂടാൻ കാണാൻ ഈ ടയേഴ്സ് MRFൻ്റെ NE ത്രെഡ് എന്ന് പറഞ്ഞ ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ആദ്യം ഇത് ട്രൈസ് ട്രാക്കിൽ ഓടിച്ച കോർണർ ചേർന്ന് വിചാരിച്ചാൽ ആദ്യം കോൺഫിഡൻസ് ഉണ്ടായില്ല, പെട്ടെന്ന് സ്ലൈഡ് ചെയ്തും ഗ്രിപ്പ് കുറച്ചുണ്ടാവും അതായിരിക്കും. പക്ഷേ അങ്ങനെ ഇല്ലോട്ടോ കഥ. ഇവരുടെ സിലിക്ക ക്വാണ്ടിറ്റിയിലൊക്കെ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ബെറ്റർ വെറ്റ് ഗ്രിപ്പാണ്. മാത്രമല്ല ടയർ ഹീറ്റപ്പ് ചെയ്യുന്ന രീതിയും ചേഞ്ച് ചെയ്യുന്നതാണ് ഇതിൻ്റെ എഞ്ചിനീയേഴ്സ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. സോ MRF ആയിട്ട് സ്പെഷ്യലി ഡെവലപ്പ് ചെയ്ത ടയേഴ്സാണ് ഫോർ ദ Ather. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ബെറ്റർ ലൈഫ്, പഴയ ടയറെക്കാട്ടി ബെറ്റർ ലൈഫും കിട്ടുക, മോർ റേഞ്ചും കിട്ടി, മോർ സൈലൻ്റ് ആയിട്ടുള്ള ടയേഴ്സാണ് ഇപ്പോൾ ഈ വണ്ടി കൊടുത്തിരിക്കുന്നത്. ഗ്രിപ്പ് വെച്ച് ഓടിച്ചിട്ട് കോർണറൊക്കെ എടുത്ത് നോക്കിയാൽ യാതൊരു പ്രശ്നമില്ല. നല്ല ഫീഡ്ബാക്ക്, നല്ല കോൺഫിഡൻസ് ഇൻസ്പയറിംഗ് ടയറാണ് കേട്ടോ ഈ MRFൻ്റെ ഈ ത്രെഡ് എന്ന് പറഞ്ഞാൽ NE ത്രെഡ് ടയേഴ്സ് കേട്ടോ. മാത്രമല്ല കൂടുതൽ ലൈഫും കൂടി കിട്ടുന്ന ടയേഴ്സായിട്ട്. അപ്പോൾ ഓവറോൾ വിൻ സിറ്റുവേഷനാണ് കൊടുത്തിരിക്കുക.
പിന്നത്തെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ 2 പുതിയ കളർ വേരിയൻസാണ് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന ഡെസേർട്ട് സാൻഡ് കളറും പിന്നെ ഒരു ഓഷ്യൻ ബ്ലൂ കളർ കൂടിയാണ് അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. കളർ ചേഞ്ച് വന്നിട്ട് പിന്നെ ട്രാക്ഷൻ കൺട്രോൾ കൊടുത്ത് മൾട്ടി മോഡ് ട്രാക്ഷൻ കൺട്രോളാണ് കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ വീഡിയോ പറഞ്ഞല്ലോ, ഇതിന് റെയിൻ മോഡ് ഉണ്ട്, അതേപോലെ റോഡുണ്ട്, പിന്നെ റാലി മോഡും കൊടുത്തേക്കുന്നത്. ആ ലെവൽസ് ഓഫ് ട്രാക്ഷൻ്റെ ഇൻ്റർവീൻ ചെയ്യുന്നതിൻ്റെ ആ ഇൻട്രൂസീവ്നെസ് ആണ് എത്രമാത്രം ഈ ട്രാക്ഷൻ നമ്മൾ ഓടിക്കുമ്പോൾ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ ഇൻ്റർഫിയർ ചെയ്യും. ആ റിയർ വീൽ സ്ലിപ്പായ എത്രത്തോളം അത് ഇൻ്റർവീൻ ചെയ്യും. അതിൻ്റെ റേറ്റ് മാറ്റുള്ള 3 ഡിഫറെൻറ്റ് മോഡ്. റാലിയിലാണ് ഏറ്റവും കുറച്ചത് ഇൻ്റർഫിയർ ചെയ്യുന്നത്, റോഡിൽ കുറച്ച് ഇൻ്റർഫിയർ ചെയ്യും, ഏറ്റവും കൂടുതൽ റെയിൻ മോഡിൽ ഭയങ്കരമായിട്ട് ഇൻ്റർഫിയർ ചെയ്യും. ചെറുത രീതിയിൽ സ്ലിപ്പായാൽ തന്നെ പവർ കട്ട് ചെയ്ത് വണ്ടി സേഫ് ആക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളുടെ റിയർ വീൽ സ്പീഡ് നോക്കും, പിന്നെ ഫ്രണ്ട് വീലിൻ്റെ സ്പീഡ് നോക്കും. റിയർ വീലിൻ്റെ സ്പീഡ് ഫ്രണ്ട് വീലിൻ്റെ കാട്ടി കൂടുവാണെങ്കിൽ പവർ കട്ട് ചെയ്യും. അങ്ങനെ വർക്ക് ചെയ്ത്. പക്ഷേ ഈ ഇലക്ട്രിക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1000 ടൈംസ് സെക്കൻഡ് വരെ അത് കാലിബ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അത്രയും ഫാസ്റ്റ് ആകുമ്പോഴേക്കും അത്രയും നമുക്ക് സേഫ്റ്റിയാണ് കിട്ടുന്നത്. നിങ്ങൾ എല്ലാ മണ്ണിലൊക്കെ ഇപ്പോൾ ഒറ്റയ്ക്ക് ഫുൾ ത്രോട്ടിൽ കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ ഈ ഓട്ടോമാറ്റിക്കൽ പവർ റിയർ കട്ടാവും. നിങ്ങൾ ക്രാഷ് ആയാലും സ്ലൈഡ് ചെയ്തുള്ള സ്കിഡാണ് പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യും. അതായിട്ടുള്ള സേഫ്റ്റി ഫീച്ചറായിട്ട് ട്രാക്ഷൻ കൺട്രോളാണ് ഈ വണ്ടി കൊടുത്തിരിക്കുന്നത്. ഈ വണ്ടികൾക്കൊക്കെ ട്രാക്ഷൻ കൺട്രോൾ റിക്വയർമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഓഫ് റോഡൊക്കെ ഓടിച്ചപ്പോൾ വലിയ മാത്രം ചെയ്തത് എനിക്ക് തോന്നിയിട്ടോ ഉണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്രയും കെയർലെസ് ആയിട്ട് ഓടിക്കുകയാണെങ്കിൽ, നിങ്ങൾ ചെളിയിൽ പോയിട്ട് ഒറ്റയടിക്ക് ഫുൾ ത്രോട്ടിലൂടെ കൺസിസ്റ്റൻ്റ് ആയി ത്രോട്ടിൽ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഭയങ്കര ബിഗിനർ റൈഡറാണ് ഇത് നല്ലൊരു സേഫ്റ്റി ഫീച്ചർ. അല്ലെങ്കിൽ ട്രാക്ഷൻ കൺട്രോൾ ഇങ്ങനത്തെ ചെറിയ വണ്ടിയിൽ ആവശ്യമുണ്ടെന്ന് വെച്ചാൽ ഇൻ മൈ ഒപ്പീനിയൻ ഇതിനെക്കാട്ടും ബെറ്റർ ആയിട്ട് അവർക്കൊരു ABS കൊടുക്കാൻ, ഡുവൽ ചാനൽ ABS കൊടുക്കാൻ പറ്റും. ഐ തിങ്ക് അങ്ങനത്തെ ഒരു ABS കൊടുത്തിരുന്നെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് സ്കൂട്ടറാക്കി എടുക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ കമ്പൈൻഡ് ബ്രേക്ക് സിസ്റ്റം, നിങ്ങൾ റിയർ ബ്രേക്ക് പിടിച്ചാൽ ഫ്രണ്ട് ബ്രേക്കും പിടിക്കുക. അപ്പോൾ നിങ്ങൾ വളവൊക്കെ എടുക്കുക, ചിലപ്പോൾ പിടിക്കുക, ഫ്രണ്ടിന് കുത്തുമ്പോഴേക്ക് ചിലപ്പോൾ ഒന്ന് കൺട്രോൾ നഷ്ടപ്പെടുന്ന പോലെ ഒരു ഫീലിംഗ് കിട്ടുക. പക്ഷേ ABS കൊടുത്തത് നമുക്ക് റിയർ സ്വിച്ച് ഓഫ് ചെയ്ത് റിയർ സ്ലൈഡ് അത് മച്ച് മോർ ബെറ്റർ ഓഫ് ആൻ അഡിക്ഷൻ ആയിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് അവർ ABS കൊടുത്തില്ല, പകരം ട്രാക്ഷൻ കൺട്രോളാണ് കൊടുത്തിരിക്കുന്നത്. അത് മാറ്റുവാണെങ്കിൽ ചിലപ്പോൾ ഇനി നെക്സ്റ്റ് വേരിയൻ്റ് അപ്ഗ്രേഡിൽ അവർ ചെയ്യാൻ പോകുന്നത് സെയിം ലുക്കിൽ തന്നെ അടുത്ത വണ്ടി ഇറക്കാനായിരിക്കും പ്ലാൻ ചെയ്യുന്നത്. എപ്പോഴും ഞാൻ 8R 450യുടെ വീഡിയോ ചെയ്യുമ്പോൾ പറയുന്നത് ഇറ്റ്സ് എ ഗുഡ് ഇറ്റ്സ് എ ഗുഡ് സ്കൂട്ടർ. മോട്ടോർ സൈക്കിൾ എന്നാണ് ആയി വരുന്നത്. കാരണം ദ ബൈക്ക് ഓഫ് സ്കൂട്ടേഴ്സ് എന്നാണ് അവർ തന്നെ വിളിക്കുന്നത് കേട്ടോ. കാരണം നല്ല ഡൈനാമിക്സാണ്, ഓടിക്കുമ്പോഴാണെങ്കിൽ നല്ല ഹാൻഡ്ലിങ്, ആ ടയേഴ്സ്, ആ ഷോർട്ടർ വീൽ ബേസ്, ആ ലൈറ്റ് വെയ്റ്റ്നെസ്, 108 kgs ഉള്ളൂ. ആ ഫ്ലോർ ബോൾ 5'8" എനിക്ക് കുഴപ്പമില്ല. കുറച്ച് ടോൾ റൈഡേഴ്സ് ആണെങ്കിൽ ഇതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യാം കേട്ടോ. അത് മാത്രമേ ഒരു ഇഷ്യൂ ഉള്ളൂ. അതർ ദാൻ ദാറ്റ് ഇത് ഓടിക്കാൻ നല്ല ഫണ്ണായിട്ടുള്ള സ്കൂട്ടർ കൂടി. എവറി ഡേ സിറ്റിയിലൊക്കെ പറപ്പിച്ചിറക്കാം, വാപ്പ് മോഡിലൊക്കെ ഇട്ട് പറപ്പിച്ചിറക്കാൻ കൊള്ളാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ എഫിഷ്യൻസി റീജിയൻ കൂട്ടിയ കൊണ്ട് മാത്രമല്ല, ഈ റീജിയൻ ബ്രേക്കിംഗ് കാണാൻ, പുതിയ ടയർസ് കാണാൻ കൂടുതൽ റേഞ്ചും കിട്ടിയാണ്. കൂടുതൽ നേരം നിങ്ങൾക്ക് വാപ്പ് മോഡ് ഇട്ട് ഓടിക്കാനും അക്രമം കാണിക്കാനും പറ്റും. ഓവറോൾ 450X കുറച്ചും കൂടി പെർഫെക്റ്റ് ആയെന്ന് വെച്ചാൽ ഇല്ല. ABS വന്നു കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ സേഫ്റ്റി ഇമ്പ്രൂവ് ചെയ്യുമെന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും സേഫ്റ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ട്രാക്ഷൻ കൺട്രോൾ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ശരിക്കും സേഫ്റ്റി ഫോക്കസ് ചെയ്ത് യു ഷുഡ് ബ്രിങ് ABS. അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇതിൻ്റെ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം അവർ ഡിസ്ക്ലോസ് ചെയ്ത് ഞാൻ എനിക്ക് ഓൾമോസ്റ്റ് സിമിലർ പ്രൈസ് ടു 450X ആയിരിക്കും പ്ലാൻ ചെയ്തത്. കാരണം ജാനുവരിയിലാണ് ആക്ടിവ ഈയുടെ പ്രൈസും വരുന്നത്. അത് കഴിഞ്ഞിട്ട് 4 ദിവസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ പ്രൈസ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ ഇപ്പോൾ ജസ്റ്റ് പ്രൈസസ് ഒക്കെ അൺവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. 450X 3.7 kWh ഉള്ള വേരിയൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സ്ഷോറും പ്രൈസ് 1,57,000 ആണ് കേട്ടോ. അത് വിത്തൗട്ട് പ്രോ പാക്കാണ്. പ്രോ പാക്ക് മൊത്തം ആ ഹിൽ ഹോൾഡ് ഫീച്ചേഴ്സ്, ആ കണക്ടിവിറ്റി ഫീച്ചേഴ്സൊക്കെ വരുമ്പോഴേക്ക് ഏകദേശം 1,77,000 റുപ്പീസോ എക്സ്ഷോറും കേട്ടോ. സോ 450X വിത്ത് പ്രോ പാക്ക് അത്രമാത്രം അഫോർഡബിൾ ആയിട്ടുള്ള ഓപ്ഷൻ അല്ല കേട്ടോ. ഓവറോൾ ഡെയിലി യൂസ് ആണെങ്കിൽ, എവറി ഡേ യൂസ് ആണെങ്കിൽ ഒരു റിലയബിൾ ഇലക്ട്രിക് സ്കൂട്ടർ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അടിപൊളി ഓപ്ഷൻ ഏത്തറാണ്. എങ്ങനെയുണ്ട് സാധനം? പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഏകദേശം 30 റുപ്പീസിന് ഫുൾ ചാർജ്. ഇത് 3.7 kWh, ഇതിന് 2.9 kWh ബാറ്ററി ഉണ്ട്. ഇതിന് ഈ മോഡലാണ് 3.9 kWh ആണ്. അപ്പോൾ 30 രൂപയ്ക്ക് നിങ്ങൾ ചാർജ് ഫുൾ ചാർജ് വീട്ടിൽ കുത്തി ഫുൾ ചാർജ് ചെയ്തെടുക്കുകയാണെന്നാണ് ഏകദേശം 131 കിലോമീറ്റേഴ്സ് ഓഫ് ട്രൂ റേഞ്ചാണ് കിട്ടുന്നത്. 160 കമ്പനി, പക്ഷേ ഏകദേശം 130, 125 റേഞ്ച് കിട്ടും കേട്ടോ. 30 രൂപയ്ക്ക് 130 കിലോമീറ്റർ ഓടാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പെട്രോളിൻ്റെ വിലയൊക്കെ കയറി നിൽക്കുന്ന സമയത്ത് ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഇലക്ട്രിക് സ്കൂട്ടർ നോക്കി വിത്ത് ഗുഡ് റേഞ്ച്, ഗുഡ് ഡൈനാമിക്സ് ആയിട്ടുള്ള ഒരു ഫൺ ഇലക്ട്രിക് സ്കൂട്ടർ നോക്കുന്നുണ്ടെങ്കിൽ 8R 450X 2025 മോഡൽ അടിപൊളി ഓപ്ഷൻ ആണ് കേട്ടോ. സോ ഇതായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.